നമുക്കറിയാം എപ്പോഴും ഒരു ഭീകരാക്രമണം ഇവിടെ വിജയിക്കുമ്പോഴാണ് നാട്ടുകാരൊക്കെ അത് അറിയുന്നത്. 100 ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് എപ്പോഴും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ 99 എണ്ണവും ഈ ഭീകരാക്രമണങ്ങളിൽ 99 എണ്ണവും പരാജയപ്പെടുന്നുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഈ പഹൽഗാം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വിജയിക്കുന്നത്. അതേസമയം ഈ ഭീകരാക്രമണം നടത്തുന്ന ആൾക്കാർക്ക് 100%-ൽ 1% വിജയം ഉണ്ടായാൽ മതി. അവർക്ക് 100% വിജയമുള്ളതുപോലെയാണ്. 100 ഭീകരാക്രമണം നടത്തുമ്പോൾ അതിലൊരു പഹൽഗാമോ ഒരു താജ് അറ്റാക്കോ അവർക്ക് വിജയിച്ചു കഴിഞ്ഞാൽ അവർ ഭീകരവാദികൾ വിജയിച്ചു എന്നാണ് സമൂഹം വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്. എന്നാൽ ഇന്റലിജൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ 100 ഭീകരാക്രമണങ്ങളിൽ 100 തടഞ്ഞാൽ മാത്രമേ അവർ വിജയിച്ചതായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ദീപാവലിക്ക് മുമ്പ് ഇന്റലിജൻസ് ഏജൻസികൾ വലിയ വിജയം കൈവരിച്ചു എന്നുള്ളതാണ്. ദീപാവലി കേന്ദ്രീകരിച്ച് ഡൽഹി, മുംബൈ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പരയാണ് ISIS അഥവാ ഇസ്ലാമിക സ്റ്റേറ്റ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരുന്നത്. 5 IS തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലും കേന്ദ്ര ഏജൻസികളും ഒരു പ്രധാന ഭീകര ശൃംഖല തന്നെ തകർത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ റെയ്ഡുകളിൽ ഡൽഹിയിൽ നിന്ന് സംശയിക്കുന്ന 2 തീവ്രവാദികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ISIS ഭീകരവാദികളെ ഇന്ത്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സാരം. 5 ISIS ഭീകരരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് അറസ്റ്റായ മുംബൈ സ്വദേശികളായിട്ടുള്ള അഫ്താബ്, സൂഫിയാൻ എന്നിവരാണ് ഭീകരരെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ സെൽ ഇവരുടെ മുംബൈ ഒളിത്താവളങ്ങൾ റെയ്ഡ് ചെയ്യുകയും IEDകൾ അതായത് ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ആയുധങ്ങളും വസ്തുക്കളും കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്ന് അറസ്റ്റിലായ അഷർ ഡാനിഷിൽ നിന്ന് കെമിക്കൽ IED നിർമ്മാണ സാമഗ്രികളും ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഭീകര സംഘം ഒരു വലിയ ഭീകരാക്രമണത്തിന് പദ്ധതി ഇടുകയായിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. ഈ പദ്ധതിയാണ് ഇപ്പോൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ അധികൃതർ. തീവ്രവാദികളെക്കുറിച്ച് സൂചനകൾ എങ്ങനെയാണ് ഇവർക്ക് ലഭിച്ചത് എന്നുള്ളതാണ്. സെപ്റ്റംബർ 9 തീവ്രവാദി അഫ്താബിനെ കുറിച്ച് ഒരു ഇൻഫോർമറിൽ നിന്നാണ് ഡൽഹി പോലീസിന് ഒരു സൂചന ലഭിച്ചത്. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ സെൽ റെയ്ഡ് ചെയ്ത് അഫ്താബിനെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ ഡാനിഷിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. അഫ്താബിനെ രഹസ്യ വിവരത്തെ തുടർന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുമായി സഹകരിച്ച് പോലീസ് ജാർഖണ്ഡിന്റെ തലസ്ഥാനമായിട്ടുള്ള റാഞ്ചിയിലടക്കം റെയ്ഡ് നടത്തുകയായിരുന്നു. ജാർഖണ്ഡ് ATSന്റെയും റാഞ്ചിയിലെ ലോക്കൽ പോലീസിന്റെയും സഹായത്തോടെ ഇസ്ലാം നഗറിലെ ഒരു ലോഡ്ജിൽ റെയ്ഡ് നടത്തി. ഡാനിഷ് എന്ന അഷ്ഹർ വിദ്യാർത്ഥിയായിരിക്കെ ഒളിവിൽ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. അതിനുശേഷം അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ചോദ്യം ചെയ്യലിൽ നിന്ന് രാസായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇയാൾ വിദഗ്ധനാണെന്ന് കണ്ടെത്തി. ഡാനിഷിനെയും അഫ്താബിനെയും ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു 3 തീവ്രവാദികളെ കൂടെ കണക്ട് ചെയ്ത് പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഭീകരരിൽ നിന്ന് പിസ്റ്റലുകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സോഡിയം ബൈകാർബണേറ്റ്, സൾഫർ പൗഡർ, PH വാല്യൂ ചെക്കർ, വെയിറ്റിംഗ് മെഷീൻ, ബീക്കർ സെറ്റ്, സേഫ്റ്റി ഗ്ലാസുകൾ, റെസ്പിറേറ്ററി മാസ്ക്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, പ്ലാസ്റ്റിക് ബോക്സ്, സ്ട്രിപ്പ് വയർ, സർക്യൂട്ട്, മദർ ബോർഡ്, ഡയോഡുകൾ എന്നിവയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാനായി സാധിച്ചത്. നിലവിൽ 5 ഭീകരരെയും രഹസ്യാന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.